കർത്താവിൽ എന്റെ സഹോദരങ്ങളെ, വലിയ ആനന്ദത്തോടെയാണ് ഈ വീഡിയോയുമായി നിങ്ങൾ മുൻപിലോട്ട് വരുന്നത്. അമേരിക്കയിലുള്ള അലബാമ സ്റ്റേറ്റിൽ ഹാൻസ്വില്ലിൽ പരിശുദ്ധമായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ദേവാലയത്തിന് മുൻപിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. മദർ ആഞ്ചലിക്ക അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ ദേവാലയം. എത്ര മനോഹരമായിട്ടാണ് ഈ ദേവാലയവും ഇതിന്റെ പരിസരങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. മദർ ആഞ്ചലിക്ക, നമുക്ക് കുറച്ചു പേർക്കെങ്കിലും അമ്മയെ നല്ലതുപോലെ പരിചയമുണ്ട്. മാധ്യമ രംഗത്തിലൂടെ വളരെ ശ്രദ്ധേയമായ വിധത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തി സാർവത്രിക സഭയിലും ലോകത്തിന് മുൻപിലും കാണപ്പെടുന്ന ദൈവത്തിന് അത്ഭുതമായി മാറിയ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് മദർ ആഞ്ചലിക്ക. 1981 EWTN എന്നുള്ള ഇന്ന് സാർവത്രിക സഭയിൽ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് കാത്തലിക് ചാനൽ ആരംഭം കൊള്ളുകയാണ്. അമ്മയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിൽ ഒരു മിണ്ടാമഠത്തിലെ ഒരു സാധാരണ സിസ്റ്ററായിരുന്നു മദർ ആഞ്ചലിക്ക. ഞാനിവിടെ വന്ന് ഈ ചരിത്രമൊക്കെ കുറച്ച് മുന്നമേ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ അന്തരീക്ഷവും ഇതിന്റെ പരിസരങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യവും തടസ്സമല്ല എന്നുള്ള ആഴമേറിയ ബോധ്യം ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ ഇങ്ങനെ കൂടുതൽ കൊണ്ട് പ്രകാശിപ്പിക്കുകയാണ്. ഒരു മിണ്ടാമഠത്തിൽ പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണ സിസ്റ്ററായിരുന്നു മദർ ആഞ്ചലിക്കായെ ഇത്രയും വലിയൊരു മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗം തെരഞ്ഞെടുത്ത് അത് ആഗോള സഭയുടെ നവീകരണത്തിനും ജനകോടികളുടെ വിശുദ്ധീകരണത്തിന് നിത്യജീവനുമായി ഈ ടെലിവിഷൻ നെറ്റ്വർക്കിനെ ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തുകയാണ്. ഇത് 144 രാജ്യങ്ങളിൽ 50-ൽ പരം ഭാഷകളിൽ EWTN എന്നുള്ള ചാനൽ ലഭ്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, കർത്താവ് ഈ പ്രചോദനം കൊടുക്കുമ്പോൾ മദർ ആഞ്ചലിക്ക കൊച്ചു കൊച്ചു പ്രഭാഷണങ്ങളൊക്കെ ആ കാലഘട്ടത്തിലെ ചില ടെലിവിഷൻ ചാനലുകൾ നടത്തുമായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും കത്തോലിക്ക വിശ്വാസവുമായി ചേർന്ന് പോകാത്തതാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായ ആത്മാവ് ബോധ്യം കൊടുത്തു. കത്തോലിക്ക വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണം ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ആ ദൈവിക പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഒന്നുമില്ല, മുന്നിൽ ശൂന്യത മാത്രമാണ്, എന്നാൽ ഒരു സാധ്യത ഇല്ലാത്തിടത്തും സാധ്യതകൾ തുറക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്റെ സഹോദരങ്ങളെ, ഈ ടെലിവിഷൻ ചാനലിന്റെ ആരംഭം ഒരു ഗാരേജിന്റെ, ഒരു വർക്ക്ഷോപ്പിന്റെ കൊച്ചുമുറിയിലാണ്. നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് EWTN ചാനലിൽ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഓഫീസ്, അതിന്റെ പരിസരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. എന്നാൽ ആ കൊച്ചു ഗാരേജിൽ നിന്ന് ആരംഭിച്ച ഈ മാധ്യമ ശുശ്രൂഷ ഇന്ന് സാർവത്രിക സഭ മുഴുവനും വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഈ പുണ്യഭൂമിയിൽ നിന്ന് നിങ്ങളോട് ഇത് പങ്കുവെക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നമ്മുടെ കർത്താവിന്റെ കലവറ സമ്പന്നമാണ്. എത്ര അതിശയകരമായ വിധത്തിലാണ് ഈ ദേവാലയം, അതിന്റെ പരിസരങ്ങളും മ്യൂസിയവും, മദർ ആഞ്ചലിക്ക അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടവും ആ കബറിട ദേവാലയമൊക്കെ എത്ര മനോഹരമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ദൈവ വിശ്വസ്തനാണ്. അവിടുത്തെ കലവറ അന്നും ഇന്നും സമ്പന്നമാണ്. തന്റെ വിശ്വസ്തതയിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം നൽകുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് ശക്തനും അധികായവനുമാണെന്നുള്ള ഒരു ആഴമേറിയ ബോധ്യം എന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തന്നു. ഞാൻ ഈ മണ്ണിലേക്ക് വരുവാനുള്ള കാരണം, ഈ വരുന്ന ഓഗസ്റ്റ് 15 എളിയ രീതിയിൽ, വളരെ ചെറിയ വിധത്തില് ഷെക്കൻ അമേരിക്കാസ് എന്നുള്ള പേരിൽ അമേരിക്കയിലും കാനഡയിലുമുള്ള കർത്താവിന്റെ ജനത്തിനു വേണ്ടി നമ്മൾ മറ്റൊരു സ്ട്രീം, ഷെക്കൻ ന്യൂസിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ ചാനൽ ആരംഭിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളും ഇവിടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും ഒക്കെ വിശ്വാസത്തിന് വെളിച്ചം കൊടുക്കുവാനും വാർത്തകളിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനുമായിട്ടാണ് ഷെക്കൻ അമേരിക്കാസ് വരുന്നത്.
അതിന്റെ ഒരു ഒരുക്കമായിട്ടാണ് മദർ ആഞ്ചലിക്ക ഏതൊരു മാധ്യമ ശുശ്രൂഷകർക്കും പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ചിന്തിക്കുവാനും പ്രചോദനമായിട്ടുള്ള ഒരു വലിയ ദൈവിക വ്യക്തിത്വമാണ് നമ്മുടെ മദർ ആഞ്ചലിക്ക. അമ്മയുടെ കബറിടത്തിൽ വന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അപ്പോൾ ഷെക്കൻഡ് ന്യൂസും മറ്റ് നമ്മുടെ മാധ്യമ ശുശ്രൂഷകളും നമ്മുടെ ആത്മീയ ശുശ്രൂഷകളൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സഭയ്ക്കും സമൂഹത്തിന് അനുഗ്രഹമായി മാറാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതാണ്. ഒത്തിരി സന്തോഷമായി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനത്തിനും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ ഷെക്കൻഡ് ന്യൂസിന് നൽകി വരുന്ന എല്ലാ സപ്പോർട്ടിനും ഈശോയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഷെക്കൻ അമേരിക്കയിലും കാനഡയിലുമുള്ള എന്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തരുന്നൊരു മാധ്യമ ശുശ്രൂഷയാണിത്. ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അനേകരോട് പങ്കുവെക്കണം. ഡേറ്റ് മറക്കരുത്. ഈ വരുന്ന ഓഗസ്റ്റ് 15 നമ്മുടെ അമ്മ മാതാവിന്റെ സർഗാരോപണ തിരുനാൾ ദിനത്തിലാണ്. ഏവർക്കും കർത്താവിന്റെ നന്മകളും കൃപകളും ആശംസിക്കുന്നു. എല്ലാവരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.